ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന താഴ്വരയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബങ്ങളിൽ ഈ സ്നേഹത്തിൻ്റെ സന്തോഷം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബങ്ങളെ സ്നേഹം പൂക്കുന്ന താഴ്വരകളാക്കാൻ ഉതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം ഒരുക്കുന്നത്. കുടുംബജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ദുരുപയോഗത്തെക്കുറിച്ചും. നാവ് തീയാണ്, കൈവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനാവില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ ക്രിയാത്മകമായ സംവാദങ്ങൾ, ശരിയായ ആശയവിനിമയം തീർച്ചയായും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഏറ്റവും ആവശ്യമാണെന്ന് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് കുടുംബങ്ങൾ ഈ ക്രിയാത്മകമായ സംവാദങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഈ കെട്ടുറപ്പിന്, ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹം വളർത്തുന്നതിന് ശരിയായ ആശയവിനിമയം ആവശ്യമാണ്. ഈ ദാമ്പത്യ ജീവിതത്തിലെ ആശയവിനിമയം എന്ന വിഷയമാണ് നമ്മളിന്ന് ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ ചർച്ചയിലേക്കുള്ള വിശിഷ്ട അതിഥികളെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ വർഗീസച്ചനാണ് ആദ്യമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യാനുള്ളത്. നമ്മുടെ തൃശ്ശൂർ അതിരൂപതയുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റ് മുൻ ഡയറക്ടറും ഇപ്പോൾ തൃശ്ശൂർ ലൂർദ് കത്തീഡ്രൽ വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് കുത്തൂരച്ചനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമുക്ക് ഡോക്ടർ മേരി റെജീനയെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ മേരി റെജീന തൃശ്ശൂർ കാർഷിക സർവകലാശാല പ്രൊഫസറും തൃശ്ശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിലിൻ്റെ വനിതാ സെക്രട്ടറിയുമാണ്. ഡോക്ടർ മേരി റെജീനയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമുക്കിനി ഏറെ സുപരിചിതനായ ഫ്രാൻസിസ് മാഷിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലൗഡേൽ ചർച്ചാവേദികളെ സമ്പന്നമാക്കുന്ന തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും കത്തോലിക്ക കോൺഗ്രസിൻ്റെ തൃശ്ശൂർ അതിരൂപത പ്രസിഡൻറ്റും സുപ്രസിദ്ധ വചനപ്രഘോഷകനുമായിരിക്കുന്ന പ്രൊഫസർ KM ഫ്രാൻസിസ് സാറിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. ദാമ്പത്യ സ്നേഹം വളർത്താൻ, ദാമ്പത്യ ജീവിതത്തിന് കെട്ടുറപ്പിന് ഏറെ ആവശ്യമാണ് ദാമ്പത്യ ജീവിതത്തിലെ ആശയവിനിമയം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുക. ചർച്ചയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദാമ്പത്യ ജീവിതത്തിലെ ആശയവിനിമയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത്. വിവാഹൊരുക്കത്തിനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഏറെ താല്പര്യത്തോടെ സമയമെടുത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ, വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടതുപോലെ വളർത്തിയെടുക്കുന്നതിൽ ചിലരെങ്കിലും പരാജയപ്പെട്ടു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരു ഭാര്യ പറയുന്നത്, 7 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അദ്ദേഹം കാര്യമായിട്ടൊന്നും എന്നോട് സംസാരിക്കാറില്ല. സങ്കടത്തോടെ പങ്കുവെച്ച ഈ വിവാഹത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ സംവാദം, അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാമോ? യഥാർത്ഥത്തിൽ ബന്ധങ്ങളെ വളർത്തുന്നതിൽ ഏറ്റവും നിർണായകമായ ഘടകമാണ് ആശയവിനിമയം അഥവാ പരസ്പരമുള്ള സംഭാഷണം, സംവാദം, ഇത്തരം കാര്യങ്ങൾ. പക്ഷേ ഈ സംവാദവും സംഭാഷണവും ഏറ്റവും നല്ലതായിരിക്കുന്നത് പോലെ ഏറ്റവും മോശമാവാനുള്ള സാധ്യതയുമുണ്ട്. ഒരു കാര്യം എന്തായാലും നമ്മൾ മനസ്സിലാക്കണം, സംഭാഷണത്തിലൂടെയല്ലാതെ ബന്ധം പൂർണ്ണതയിലേക്ക് വളർത്താൻ കഴിയില്ല. പക്ഷെ സംഭാഷണം നടത്തുമ്പോൾ അതിൽ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ പ്രായത്തിലും എനിക്ക് എൻ്റെ അപ്പനോട് വളരെ വലിയ ബഹുമാനമുണ്ട്. കാരണം എൻ്റെ അപ്പന് 7ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ, പണമില്ലാത്തതിനാൽ പഠനം നിർത്തിയതാണ്. പക്ഷേ വളരെ വലിയ വിശ്വാസപരവും ത്വാത്വികവുമായ കാര്യങ്ങൾ
എനിക്ക് 14-15 വയസ്സുള്ളപ്പോൾ തുല്യനായ ഒരു വ്യക്തിയെ പോലെയാണ് എന്നോട് സംസാരിക്കാറപ്പൻ. തുല്യത. അപ്പോൾ അതെനിക്ക് അന്ന് മനസ്സിലായിരുന്നില്ലെങ്കിലും ഇപ്പോൾ മാർപ്പാപ്പയുടെ ഈ ലേഖനമൊക്കെ വായിക്കുമ്പോഴാണ് എൻ്റെ അപ്പൻ്റെ വില മനസ്സിലാക്കുന്നത്. ഒരു അധികാരിയെ പോലെയല്ല, ഞാൻ പറയുന്നു നീ കേട്ടാൽ മതി, അങ്ങനെയല്ല. രണ്ടുപേരും തുല്യരാണെന്നുള്ള രീതിയിൽ നടത്തുന്ന സംഭാഷണത്തെയാണ് നാം ഡയലോഗ് എന്ന് വിളിക്കുക. ആ സംഭാഷണം മാത്രമേ വളർച്ചയിലേക്ക് നയിക്കുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്കിതിന് ആമുഖമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ സംഭാഷണം വിവാഹ ജീവിതത്തിൽ ആരംഭിക്കുമ്പോൾ നമ്മൾ ആരംഭഘട്ടത്തെ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകണം. ആരംഭിക്കുമ്പോൾ വളരെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് എനിക്ക് പല വൈദികരും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആരംഭകാലത്തിൽ ആ വൈദികർ പറഞ്ഞ പല കാര്യങ്ങളും പാലിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും അവരുടെ ഉപദേശം കാരണം ഞാൻ രക്ഷപ്പെട്ടു വന്നു. അതിൽ എന്നോട് ഒരിക്കൽ ഡിവൈൻ ധ്യാന മന്ദിരത്തിലെ ഡയറക്ടറായ പനക്കലച്ചൻ പറഞ്ഞത്, ഈ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹമാകും. ഈ സ്നേഹമായി കഴിഞ്ഞാൽ പരസ്പരമുള്ള സ്നേഹം പിടിച്ചു പറ്റാൻ മനുഷ്യ മനസ്സിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കുറ്റം പറയലാണ്. ആ കുറ്റം പറയുമ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ചില ഭർത്താക്കന്മാർ ഈ സ്നേഹത്തിൻ്റെ ഈ അവസരത്തിൽ ഞാൻ നിന്നെ എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് അമ്മയുടെ ചില 1-2 കുറ്റങ്ങൾ ഭാര്യയോട് പറയും. ഇതേപോലെ ഭാര്യ ഇതുപോലെ ചില കാര്യങ്ങൾ ഭർത്താവിനോട് പറയും. അപ്പം ഇങ്ങനെ 2 കാര്യങ്ങൾ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും തലയിലിരുന്നാൽ ആദ്യ ദിവസങ്ങളിൽ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൽ രേഖപ്പെടുത്തിയതുപോലെ രേഖപ്പെടുത്തി വയ്ക്കും. അത് പിന്നെ ഒരു കാരണവശാലും ഭാര്യയ്ക്കോ ഭർത്താവിനോ മാറ്റം വരുത്താതെ ജീവിതാവസാനം വരെ ഈ ഒരു പ്രിജുഡീഷ്യൽ അല്ലെങ്കിൽ മുൻവിധിയോട് കൂടിയ കാഴ്ചപ്പാടോട് കൂടിയാണ് പിന്നെ മാതാപിതാക്കളോട് പെരുമാറുക. പല കുടുംബങ്ങളിലും ആദ്യകാലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു അപാകതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭർത്താവ് ചിന്തിക്കണം, എൻ്റെ അപ്പനാര് എൻ്റെ അമ്മയാര് എന്ന് ഞാൻ പറഞ്ഞിട്ട് അവൾ അറിയരുത്. ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവരാരാണോ എന്നുള്ളത് ക്രമേണ അവൾ മനസ്സിലാക്കട്ടെ. അവളുടെ അപ്പനും അമ്മയും ആരാണെന്ന് പറയരുത്. ഇതാണ് ഒരു കാര്യം തെറ്റിപ്പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ആദ്യ ദിവസങ്ങളിൽ തന്നെ നമുക്ക് പല പൂർവ്വകാല അനുഭവങ്ങളുണ്ടാവും. അനുഭവം എന്ന് വെച്ചാൽ ചിലർക്ക് പ്രേമുണ്ടാവും. ചില പുരുഷന്മാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഭാര്യയുടെ ഉള്ളിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ നുണ പറയും. ഞാൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു, അത്. അപ്പോൾ ഈ ഒരു കുമ്പസാരം കേൾക്കുമ്പോൾ പെണ്ണ് വിചാരിക്കുക ഇത് ആത്മാർത്ഥത, ഇത് പരീക്ഷിക്കാനാണോ എന്നത് തിരിച്ചറിയില്ല. അപ്പോൾ പെണ്ണ് അവളുടെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, പക്ഷേ പരീക്ഷിക്കാനാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് അവരുടെ ബന്ധത്തെ തകർക്കും. അതുകൊണ്ട് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ലൈംഗികപരമായോ മറ്റു പുരുഷനോ സ്ത്രീയായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗിക കാര്യങ്ങൾ പരസ്പരം ആദ്യഘട്ടത്തിൽ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ അത് ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മാനസിക അസ്വസ്ഥത ഉള്ളതുകൊണ്ട് ഏറ്റവും നല്ലത് അതൊരു കുമ്പസാരക്കാരനോട് വെളിപ്പെടുത്തി മാനസിക സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. വിവാഹത്തിനുള്ള ഒരുക്കം എന്ന് പറയുന്നത് ഈ പ്രോപ്പറായിട്ടുള്ള ഈ മേഖലയിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടുകൂടെ നമ്മൾ ആ കൂദാശ സ്വീകരിക്കുക കൂടെയാണല്ലോ. അതെ. അതുകൊണ്ട് തന്നെ ഈ കെട്ടുകുമ്പസാരം അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ആ കുമ്പസാരമൊക്കെ ശരിക്കും മനസ്സ് തുറന്ന് കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്നൊരു ആന്തരിക സൗഖ്യവും ആശ്വാസമൊക്കെ തേടി അനുഭവിച്ചിട്ടായിരിക്കണം പോകേണ്ടത്. അല്ലെങ്കിൽ ഈ മുറിവുകളൊക്കെ ചിലപ്പോൾ അപരനിലും ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ മുറിവുകൾ വാക്കുകളിലൂടെയൊക്കെ ചിലപ്പോൾ മറ്റ് വ്യക്തിക്ക് വിഷമങ്ങളൊക്കെ ആകാം രീതിയിൽ പുറത്തു വരാം. അവിടെ വളരെ വിവേകത്തോടു കൂടെ തന്നെയായിരിക്കണം
ഈ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്? ഈ പലപ്പോഴും ദമ്പതിമാർ ആദ്യം തന്നെ എടുക്കേണ്ട തീരുമാനം, ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ഭാര്യയോടോ ഭർത്താവിനോടോ ചോദിക്കില്ല എന്നൊരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭാര്യയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ഇൻക്വിസിറ്റീവ് ശ്രമം അത് നമ്മൾ നടത്തരുത്, അവരിങ്ങോട്ടും നടത്തരുത്. അതില്ലാതിരുന്നാൽ ഒരു വലിയ മേഖല രക്ഷപ്പെട്ട് കിട്ടും. ഇപ്പോൾ വലിയ പണ്ഡിതനും എഴുത്തുകാരനുമായ ടോൾസ്റ്റോയുടെ ജീവിതം മൊത്തം തകരാനുള്ള കാരണം ആദ്യ രാത്രി തന്നെ ടോൾസ്റ്റോയ് തൻ്റെ ജീവിതത്തിൻ്റെ മുൻഘട്ടങ്ങളിലുണ്ടായ പ്രേമബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. മരണം വരെ ആ ഭാര്യ പിന്നെ ടോൾസ്റ്റോയുമായിട്ട് സ്നേഹത്തിൽ ജീവിച്ചിട്ടില്ലേ. അപ്പം നമ്മുടെ ആദ്യനാളുകളിലും അല്ലെങ്കിൽ കുടുംബജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ ആ തരത്തിലെടുത്താൽ മതിയാകും എന്ന് ഉള്ള ഒരു സൂചനയുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു കുടുംബത്തിൽ അവരെങ്ങനെയാണ് അവരുടെ ജീവിതത്തിലെ പിണക്കങ്ങളും കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ഉണ്ട്, നമുക്കതൊന്ന് കാണാം. ഇത് പിണക്കങ്ങളുടെ കേസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബമല്ലേ, അപ്പോൾ ആ പിണക്കങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. കാരണം അതില്ലെങ്കിൽ അത് പറയുന്നത് ഒരു എന്താ പറയുക, ഇന്നത്തെ കാലത്ത് പിണക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആളുകൾ വിശ്വസിക്കില്ല. കാര്യങ്ങളൊക്കെ പിണക്കങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങൾ കുടുംബത്തിൽ പ്രധാനമായിട്ടൊക്കെ പിണക്കുണ്ടാവണ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടുംബ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ടൊക്കെ ചില സമയങ്ങളൊന്നും നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ആ സമയത്തൊക്കെ വരുമ്പോൾ നേരം വൈകി വരുമ്പോൾ മക്കൾ ഞാനില്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് അവർ ഈ പറഞ്ഞ മാതിരിയാണ് ചെറിയൊരു ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വരുമ്പോൾ അത് വരിക്ക് സീറ്റയെ സംബന്ധിച്ച് അതൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിണക്കമൊക്കെ ആൾ കാണിക്കാറുണ്ട്. ആ സമയം ഞാനുണ്ടെങ്കിൽ അവർ നല്ല കുട്ടികളായിട്ടൊക്കെ ഇരിക്കും, ഈ പള്ളിയിൽ പോകുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒപ്പം നല്ല കുട്ടികളായിരിക്കുന്ന പോലെ തന്നെ കുടുംബ പ്രാർത്ഥനയിലും കാര്യങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് സഹകരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിണക്കങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം. ഇനി ആ പിണക്കുണ്ടെന്ന് പറഞ്ഞാലും അത് അധികം നേരം നീണ്ടു നിൽക്കുന്ന ഒരു പിണക്കമൊന്നുമല്ല. കാരണം പിണക്കങ്ങൾ ഉണ്ടായാലും അത് മാക്സിമം അതിപ്പോൾ ഞാനായാലും അവളായാലും ആ കാര്യത്തിലൊക്കെ മുപ്പാട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു മത്സരമുള്ള മാതിരിയാണ് ഇത് വരുന്നത്. ഫസ്റ്റ് ആർക്കാണ് പിണക്കം മാറണം തോന്നി കഴിഞ്ഞാൽ പിണക്കം മാറ്റും. അത് എത്രയും പെട്ടെന്ന് എന്നുള്ള രീതിയിൽ തന്നെയാണ്. 24 മണിക്കൂറിനും മേലൊന്നും പോകാറില്ല ആ പിണക്കവും കാര്യങ്ങളും. അതായത് യാത്ര പോകാനായിട്ട് തീരുമാനിച്ച് ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്ന സമയത്തിന് ആൾ വരില്ല. അപ്പോൾ വളരെയധികം ദേഷ്യം വരും. വന്നു കഴിഞ്ഞാൽ വായ തോന്നിയതൊക്കെ പറയും. കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും അയ്യോ അത് പറഞ്ഞത് ആളുടെ തിരക്ക് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ആലോചിക്കുമ്പോൾ പിന്നെ അത് വേണ്ട, തെറ്റായി പോയെന്ന് പറഞ്ഞ് സ്നേഹമാവും ഞങ്ങൾ. സംഗതി അവൾ പറഞ്ഞൊരു കാര്യം ശരിയാണ്. കാരണം യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്താവും നമ്മുടേതായിട്ടുള്ള തിരക്കുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പറഞ്ഞതിന് വിട്ടൊരു ലാശമൊക്കെ സമയം വൈകും. ആ വൈകണ സമയത്തൊക്കെ ആൾ വരുമ്പോഴേക്കും ആളുടെ മുറൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് തന്നെ മനസ്സിലാവും. പിന്നെ ഞാനോട് പറയും, ഞാനിപ്പോൾ മറ്റുള്ള കാര്യമൊന്നുമല്ല, നമ്മളിങ്ങനെ ചെയ്യേണ്ട നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുമ്പിൽ ലാശം വൈകി, നമുക്ക് നമ്മുടെ സമയത്തിന് പരമാവധി പരിശ്രമിക്കാം എന്നൊക്കെ പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ആളും കൂളാവും, പിന്നെ ഞാനും കൂളാവും. ഇത് അങ്ങനത്തെ ആ ഒരു ടെമ്പറൊക്കെ അത് അധികം നേരം നിൽക്കുന്നില്ല. അത് ഈ പറഞ്ഞ മാതിരി വളരെ കുറച്ച് സമയത്തേക്കുള്ളൊരു ഇത് തന്നെയുള്ളൂ അത് വരുന്നത്. ഏറ്റവും കൂടുതൽ പിണക്കങ്ങളിൽ ഈ പറഞ്ഞ 1-2 കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ കുടുംബ പ്രാർത്ഥനയും അതുമാതിരി ഇപ്പോൾ യാത്ര. ആളെ സംബന്ധിച്ച് പലപ്പോഴും ആൾ വളരെ കറക്റ്റ് സമയമൊക്കെ ടൈം കറക്റ്റായിട്ടൊരു ഡിസിപ്ലിനിലുള്ള ആളാണ് ആൾ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓടി അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിലൊക്കെ ടൈം ലാഗ് ചെയ്ത് പോകുമ്പോഴാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പം അതൊക്കെ അധികം കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ ഇതായി, പിന്നെ വളരെ കൂളായി, പിന്നെ ആ ഒരു മൂഡിലേക്ക് എത്തിയത്, പിന്നെ പഴയതൊക്കെ മറന്നു. നമ്മൾ ഈ ക്ലിപ്പിലൂടെ കാണുമായിരുന്നു, എന്തായാലും ഭാര്യയും ഭർത്താവും തമ്മിൽ കുടുംബജീവിതത്തിൽ പിണങ്ങിയിരിക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കണില്ല. ആ ഒരു പിണക്കം ഉണ്ടായാൽ തന്നെ അത് എത്രയും പെട്ടെന്ന് തീർക്കാനും ആ ഒരു സ്നേഹത്തിലേക്ക് വരാനാണ് ദൈവം ആഗ്രഹിക്കണേ. ചിലപ്പോഴൊക്കെ ദമ്പതികൾക്കിടയിൽ വരുന്നൊരു സംശയം, ആരാണ് ആദ്യമായിട്ട് ഈ ഒരു പിണക്കം തീർക്കാൻ മുൻകൈ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഇതൊന്ന് സ്നേഹത്തോടെ ഇടപെടേണ്ടതെന്നൊക്കെയാണ്, എങ്ങനെ അത് ഇനീഷ്യേറ്റ് ചെയ്യണമെന്നൊക്കെയാണ്. എങ്ങനെയായിരിക്കും അച്ഛൻ്റെ അനുഭവത്തിൽ നിന്നത്? ഞാൻ പൊതുവെ വീടുകളിൽ എപ്പോഴും സന്ദർശനം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ പലപ്പോഴും എൻ്റെ ഒരു അനുഭവം,
ചിലപ്പോൾ അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത വേളകളുണ്ടാകാം. എത്ര പറഞ്ഞാലൊരു ഈഗോ ക്ലാഷ് ഇതിൻ്റെ ഉള്ളിലുണ്ടാകാം. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ഭർത്താവ് ചിന്തിക്കുന്നു, ഭാര്യയും ചിന്തിക്കുന്നു. അപ്പോൾ അവിടെയാണല്ലോ ഈ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടാകുന്നത്. അത് ലിമിറ്റ് വിടും. അപ്പോൾ അവിടെയായിരിക്കാം ചിലപ്പോൾ ഞങ്ങളെപ്പോലുള്ള വൈദികർക്കോ ഹോം മിഷൻ പോലെയുള്ള ശുശ്രൂഷകൾക്കൊക്കെ ഒന്ന് മനസ്സ് തുറക്കാനായിട്ട് ഒരു നിമിത്തമായി തീരുക. ഒരു വേദി അവിടെ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ചില വീടുകളിലൊക്കെ ചെന്ന് 1.5 മണിക്കൂർ ഞാൻ വെറും ഒരു ലിസണറായിരുന്നു. 2 കൂട്ടരും മാറി മാറി സംസാരിച്ചു. എന്നിട്ട് അവസാനത്തിൽ അവർ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി വരികയാണ്. ശരിയാ, ഇല്ല വേണ്ട വിവേകത്തോടെ നമ്മളൊന്ന് ഇടപെടുമ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്, ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല ഭാര്യ ചിന്തിക്കുന്നത്, ഭാര്യ ചിന്തിക്കുന്നത് പോലെയല്ല ഭർത്താവ് ചിന്തിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സംസാരങ്ങളെ തന്നെ കുറച്ചും കൂടിയും ഒന്ന് ക്രമപ്പെടുത്താനുണ്ട്. സംസാരിക്കേണ്ട സമയങ്ങളിൽ സംസാരിക്കുകയും വേണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ വെറുതെ മിണ്ടാതിരിക്കുന്നൊരവസ്ഥ ഒരിക്കലും ഗുണകരമല്ല. പിണങ്ങിയിരിക്കുന്ന അവസ്ഥ അത് നീണ്ടുപോകാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഈ പിണക്കങ്ങൾ, ചെറിയ പിണക്കങ്ങൾ നീണ്ടുപോകുന്നതാണ് ഇന്നത്തെ ആധുനിക കുടുംബങ്ങളിൽ. ഞങ്ങൾക്ക് പരിചയമുള്ളൊരു കുടുംബം ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുന്നത് ഈ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തക്ക സമയത്ത് ഉണ്ടാകാത്തതാണ്. അതൊരു തെറ്റിദ്ധാരണ. ഇനിയിപ്പോൾ ഒരാൾ ആദ്യം മുന്നിട്ടിറങ്ങിയാൽ ഞാൻ തോൽക്കുന്നതിന് തുല്യമാണ്. അതിന് മാർപ്പാപ്പ കൃത്യമായി പറയുന്നുണ്ട്, ആ പിണക്കം തീർക്കാൻ മുന്നിട്ടിറങ്ങുന്ന ആളാണ് കൂടുതൽ ശക്തൻ എന്നാണ് മാർപ്പാപ്പ മാഷൊരിക്കൽ പങ്കുവെച്ചു അല്ലേ? മാഷ് പറയാം സ്നേഹം കൂടുതലുള്ള ആള് കൂടുതൽ സ്നേഹമുള്ള ആളാണ്. ഈ ഭാര്യയിലും ഭർത്താവിലും ആർക്കാണ് കൂടുതൽ സ്നേഹം എന്ന് നിർവചിക്കാൻ കഴിയുന്നത്, പിണക്കം തീർക്കാൻ ആരാണോ മുൻകൈ എടുക്കുന്നത് അയാൾക്കാണ് ജീവിത പങ്കാളിയോട് കൂടുതൽ സ്നേഹം. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ ബ്രേക്കപ്പ് ചെയ്യാം എന്നതിന് ഞാൻ കണ്ടിട്ടുള്ള തന്ത്രം എൻ്റെ ജീവിതത്തിൽ, ഇങ്ങനെ പിണക്കണ്ടായിട്ട് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുക. ആ വിഷയം മാറ്റി വെച്ചിട്ട്, ഇപ്പോൾ മകനായിട്ടാണ് പിണങ്ങിയതെങ്കിൽ മകനിഷ്ടമുള്ള ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയും. അല്ലെങ്കിൽ ഭാര്യയാണ് പിണങ്ങിയിരിക്കുന്നതെങ്കിൽ ഭാര്യയ്ക്ക് ഏത് കാര്യമാണോ ഇഷ്ടമുള്ളത് അത് പറയും. ഈ സീക്രട്ട് അവൾ കേൾക്കാതിരുന്നാൽ മതിയായിരുന്നു. മാഷ്കാണോ കൂടുതൽ ഇഷ്ടം അതോ ആൽസേച്ചിക്കാണോ കൂടുതൽ ഇഷ്ടം? അത് നിങ്ങൾ നിർവചിക്കണം. അപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അവളും ഞാനായിട്ട് പിണങ്ങിയിരിക്കുന്ന സമയത്താണെങ്കിൽ അവൾക്ക് അവളുടെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നത് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ പിണക്കം തീർക്കാൻ ആ വിഷയത്തിലേക്ക് കടക്കാതെ അവളുടെ അമ്മയുടെ നല്ല കാര്യത്തെക്കുറിച്ച് ഒരു 4 കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ അവളുടെ ബന്ധുക്കളുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഒരു 2 പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സംഭാഷണത്തിലേക്ക് കടന്നു വരാനുള്ള എൻട്രി ആയി. വെറുതെ കുറെ കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞാൽ തന്നെ പഴയ പിണക്കം തന്നെത്താൻ തീർന്നു പോകും, മറന്നുപോകും. ശാസ്ത്രജ്ഞന്മാര് പറയുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ടിപ്സ് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ചില പൊടിക്കൈകള്. അതൊരിക്കലും ആത്മാർത്ഥത കുറവോ അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പോരണ്ടേ. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾ പോലും ഇന്ന് നല്ല കമ്മ്യൂണിക്കേറ്റർ ആകുന്നത് അവരുടെ കുടുംബത്തിൽ അവർക്ക് മാതാപിതാക്കളിലൂടെയും അവരൊരുമിച്ചിരുന്നും കിട്ടുന്ന ആ കമ്മ്യൂണിക്കേഷൻ ശൈലിയിലൂടെയാണ്. പല കുട്ടികളും ഇൻട്രോവേർട്ടായി പോകുന്നു, അവർക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ പ്രശ്നം ഈ കുടുംബങ്ങളിലുള്ള ഈ മൗനമാണ്. ഈ കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷനും കുഞ്ഞുങ്ങളെല്ലാവരും കൂടിയിരുന്നുള്ള ചർച്ചയും സംസാരവും ഒക്കെ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് മക്കൾ കുടുംബത്തിൽ കുറഞ്ഞു വരുന്നു. അപ്പോൾ അതൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ ശരിക്കും നടന്നാൽ അത് ആ കുടുംബജീവിതത്തെ മാത്രമല്ല മക്കളുടെ ഭാവി ജീവിതം കൂടെ കാര്യമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. എപ്പോഴും എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞതിനോട് ചേർത്ത് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം ഈ സ്നേഹമായിരിക്കണം. സ്നേഹം വരുമ്പോൾ അവിടെ ഒന്ന് എളിമപ്പെടാനോ ചെറുതാകാനോ വിട്ടുകൊടുക്കാനോ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല, മറുഭാഗത്തും ശരിയുണ്ടെന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ സ്നേഹത്തിൽ ആഴപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇതിനൊക്കെ ഒരു മാർഗമുള്ളത്. ആ ഒരു ധൈര്യം, ആ സംഭാഷണം വീണ്ടും തുടങ്ങുവാനുള്ള ധൈര്യത്തിന് എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവിന് ചിലപ്പോൾ സഹായിക്കാനും. അല്ല, മാത്രമല്ല ഈ സംവാദത്തെക്കുറിച്ചുള്ള ഇതിൻ്റെ ഖണ്ഡികകളിൽ മാർപ്പാപ്പ പറയുന്നൊരു കാര്യം, സംവാദത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾ ഇപ്പോൾ ആഴത്തിലുള്ളൊരു സംഭാഷണത്തിലേക്ക് പോകണമെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ നന്നായി വായിച്ചിരിക്കണം, പുസ്തകങ്ങൾ വായിക്കണം. ഇപ്പോൾ പലപ്പോഴും അറിയാത്ത കാര്യം, ഇപ്പോൾ ഒരു വീട്ടിൽ
മനോരോഗിയായിട്ടുള്ള ഒരാളുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, മനോരോഗികളുടെ വീട്ടിൽ നിന്ന് വിശുദ്ധന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുക. നമുക്ക് എന്തിനാ വിദ്യാഭ്യാസം തന്നിട്ടുള്ളത്? വെറുതെ ജോലി കിട്ടാനും ജീവസന്ധാരണത്തിനും മാത്രമല്ല. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ച് മനസ്സിനൊരു വികാസം ഉണ്ടായില്ലെങ്കിൽ സംഭാഷണത്തിൻ്റെ ആഴം കുറഞ്ഞതായിരിക്കും. അപ്പോൾ അത് കലഹങ്ങളിലേക്ക് മാത്രമേ നയിക്കൂ എന്ന് ഇതിലെ മറ്റൊരു ഖണ്ഡികയിൽ പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പയുടെ ഈ സ്നേഹത്തിന്റെ സന്തോഷം എന്ന അപ്പോസ്തലിക പ്രബോധനം, സ്നേഹത്തിന്റെ സന്തോഷം ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ മാത്രമല്ല, ഇപ്പോൾ ഓൾറെഡി നമ്മളെപ്പോലുള്ളവർക്ക്, ഏത് പ്രായക്കാർക്കും ഈ കാര്യങ്ങളിലൊക്കെ വളരെ വെളിച്ചം തരുന്നതാണ്. എല്ലാവരും ഇതൊന്ന് വായിച്ചിരിക്കണം എന്നാണ് തോന്നുന്നത്. നമ്മളൊക്കെയും പഠിച്ചത് ഇതിൽ നിന്നാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് സ്വയം ഒന്ന് കണ്ണു തുറക്കാനും അവലോകനം ചെയ്യാനും ഒരു അവസരം അതിലുണ്ടെന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ ഇടയ്ക്കൊന്ന്. നമുക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, കുടുംബത്തിലെ വഴക്കുകളിൽ ആദ്യം തീർക്കാൻ മുൻകൈ എടുക്കുന്നു. അവരുടെ ഉള്ളിൽ സ്നേഹം കൂടുതലാണ്. പലപ്പോഴും ഇന്നത്തെ ആധുനിക കുടുംബങ്ങൾ ചിലരുടെയൊക്കെ ഈഗോ അവരോട് പറയുന്നു, തോൽക്കാൻ എനിക്ക് മനസ്സില്ല, ഞാൻ തോറ്റു കൊടുക്കില്ല. തോറ്റു കൊടുക്കാത്തതാണ് ഇന്ന് പല കുടുംബങ്ങളും തകരുന്നതിൻ്റെ കാരണം. പക്ഷെ തോൽക്കുന്നത് ഒരു വിജയമാണെന്ന് ഈശോ കുരിശിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട്, തോറ്റു കൊടുക്കാനുള്ള മനസ്സാണ് സ്നേഹം. തോറ്റു കൊടുക്കാനുള്ളൊരു മനസ്സ്. നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ കാണാം. കുടുംബജീവിതത്തിൽ ഇതുപോലെയുള്ള പിണക്കങ്ങളിൽ അവരെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തതെന്ന് മറ്റൊരു വീഡിയോ ടിപ്സിലൂടെ നമുക്ക് കാണാം. ആർക്കായാലും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവാം, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവാം. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും കൊച്ചു കൊച്ചു പ്രശ്നങ്ങളോ സംശയങ്ങളോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു പ്രതിസന്ധികളോ ഒക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യയാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും ഏറെ താല്പര്യപൂർവ്വം സ്വയം മറന്ന് ആ കറുത്ത നിമിഷങ്ങൾ മായ്ച്ചു കളയാനായിട്ട് ശ്രമിക്കുന്നത്. എന്തെങ്കിലും ചോദിക്കും, അല്ലെങ്കിൽ എന്താ കാരണമെന്ന് ചോദിക്കും. വസ്തുതയിൽ നമ്മളെ നിരായുധരാക്കുന്ന തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഇപ്പോൾ ഇതുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിനൊരു ഉത്തരം പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത് പരിഹരിക്കേണ്ടതാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായാൽ തന്നെ അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. എൻ്റെ എന്താണ് അതിനെപ്പറ്റി? നമ്മൾ തന്നെ തീർക്കുകയാണ് അത് നല്ലത്. വേറൊരാൾ അതിനകത്തേക്ക് ഇടപെടിക്കാതെ ഇരിക്കുകയാണ് അതിലേറ്റവും നല്ല കാര്യങ്ങൾ. എൻ്റെ മകൻ എന്നോട് പറയും, എന്തെങ്കിലും പ്രശ്നം വീട്ടിലുണ്ടായാൽ എന്താടാ ഇങ്ങനെയെന്ന് ചോദിച്ച ഉടനെ പറയാം, അത് ഞങ്ങൾ തീർത്തോളാം എന്ന് എന്നോട് എന്നെ പഠിപ്പിക്കാറാണ് പതിവ്. അപ്പോൾ എനിക്കും തോന്നാറുണ്ട് അതാണത് ശരി, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. എന്നാലും അവർ തന്നെ മിണ്ടാതിരിക്കണേക്കാൾ നല്ലത് അവർ തന്നെ സംസാരിച്ച് അതങ്ങ് അവസാനിപ്പിക്കണം. അത് ഈ സാധാരണ നമ്മൾ പറയുന്നത് പോലെ രാത്രിയാവാൻ വരെ നിൽക്കരുത്. അതിന് മുമ്പേ തന്നെ പറഞ്ഞു തീർക്കാനുള്ളതൊക്കെ തീർക്കണം. അത് നമുക്ക് പറ്റും, വേണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണത്. വൈകുന്നേരങ്ങളിൽ, എല്ലാ വൈകുന്നേരങ്ങളിലും കുറച്ച് സമയം ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നത് വളരെ ആവശ്യമാണ്. കാരണം പകലുണ്ടായ ഈ അഭിപ്രായ വ്യത്യാസങ്ങളോ ഈ സ്വരച്ചേർച്ചയില്ലായ്മയോ ഈ പിണക്കങ്ങളോ ഒക്കെ ആ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമുക്കത് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല കൂടുതൽ ആത്മബന്ധം ഉണ്ടാക്കാനും സാധിക്കും. വേണ്ടി വന്നാൽ ഒരു സോറി പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോറി, ഒരു പ്രകടനമാണെങ്കിലും അതായത് ഞാൻ തെറ്റ് സമ്മതിക്കണം, എൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റുണ്ടായത് എന്നുള്ളത് ഒരു സോറി പറയുന്നതിലേക്ക് എത്തുന്നതും വളരെ നല്ല ഒരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിയുന്നത്ര പരസ്പര ധാരണയുണ്ടെങ്കിൽ ആരും പറയാതെ ഈ രണ്ടുപേരിൽ ആരെങ്കിലും അത് പരിഹരിക്കാനായിട്ട് മുന്നോട്ട് വരുന്നതാണ്. ചില സമയത്ത് നമ്മളല്ല കാരണക്കാർ എന്നുണ്ടെങ്കിൽ കൂടി ഈ മിണ്ടാതിരിക്കുന്ന സമയത്തൊക്കെ തിരിച്ച് അതങ്ങ് ആക്സെപ്റ്റ് ചെയ്തിട്ട് സാരമില്ല പോട്ടെ എന്നൊക്കെ വിചാരിക്കേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെയാണ് പതിവും. നമ്മൾ ഈ ചർച്ചയിൽ ഒരു ടീച്ചർ പറയുന്നത് പോലെ അധികം വൈകാതെ തന്നെ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഭാര്യാഭർത്തൃ ബന്ധം. ദൈവം കാണുന്ന മനുഷ്യബന്ധങ്ങൾ ഏറ്റവും തീവ്രതയേറിയ ഈ ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം തകർന്നാൽ ബാക്കി എല്ലാ ബന്ധങ്ങളും അതിന് ചുവട് പിടിച്ച് തകരും. അതാണ് ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ ഈ ബന്ധം നന്നായി പോകണം.
അത് എപ്പോഴും അതിനുള്ള പരിശ്രമവും അതിനുള്ള പരിശീലനവും നമുക്ക് അനുദിനം കിട്ടണം. പൗലോസ് പറയുന്നുണ്ടല്ലോ ചാ, നിങ്ങളുടെ കോപം സൂര്യാസ്തമയം ഇട്ട് പോകാതിരിക്കട്ടെ. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. പിണക്കങ്ങളൊക്കെ ഉണ്ടാകാം, പിണക്കമുണ്ടാകും, ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ അത് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് അത് പറഞ്ഞ് തീർക്കണം. ഇന്ന് അതൊരു പ്രധാനപ്പെട്ട, അപ്പോൾ അത് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞ്. എനിക്ക് തോന്നുന്നത് ഈ സംസാരങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് മനുഷ്യന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, സംസാരത്തെ നിയന്ത്രിക്കുന്നവൻ തന്നെ തന്നെ നിയന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത്. യാക്കോബ് ശ്ലീഹ പറയുന്നതാണ്, നാവിനെ നിയന്ത്രിക്കുന്നവൻ തന്നെ. വാസ്തവത്തിൽ ഇതിനൊരു ദൈവത്തിൻ്റെ കൃപ തന്നെ വേണം. വാസ്തവത്തിൽ ഞാൻ എവിടെ സംസാരിക്കണം, എവിടെ സംസാരിക്കാതിരിക്കണം. കാരണം വിവേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ദാനമാണ്. ആ ദാനത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. പലപ്പോഴും സംസാരിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് സമയത്ത് സംസാരിക്കുന്നത് പ്രശ്നത്തിലേക്ക് നീങ്ങാറുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ പ്രാർത്ഥിച്ച് വിവേകത്തോടു കൂടെ തന്നെയാണ് എൻ്റെ സംസാരങ്ങളെ ഞാൻ മുന്നോട്ട് നയിക്കേണ്ടത്. സംസാരം കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് പറയുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇനി പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ട് അല്ലേ? ഇതൊക്കെ നമുക്കറിയാം ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രതിസന്ധി. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുന്നില്ലേ നമ്മൾ, ദൈവമേ എൻ്റെ നാവിനെ നിയന്ത്രിക്കാനുള്ള ഒരു കൃപ തരണമേ, ഒരു കരുത്ത് തരണമേ എന്ന്. നമ്മൾ ഈ ആശയവിനിമയത്തിൻ്റെ ഈ ചർച്ച മുൻപോട്ട് പോകുമ്പോൾ നമുക്കിതിപ്പോഴും ഇവിടെയും പൂർണ്ണമാകുന്നില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിന്ന്. ഒരുപാട് കുടുംബങ്ങളിൽ ഈ ആശയവിനിമയത്തിനുള്ള സാധ്യതകളും ഈ ആശയവിനിമയം നന്നായി കൊണ്ടുപോകേണ്ടതിൻ്റെ പ്രാധാന്യവുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം ഇവിടെ നമുക്ക് ചർച്ച മുഴുവനും തീരാത്തതുകൊണ്ട് നമ്മൾ ഒരു അവസരം കൂടെ ഒരുപക്ഷെ ഈ ആശയവിനിമയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അച്ഛൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, എൻ്റെ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആ പ്രോപ്പറായിട്ടുള്ള ആശയവിനിമയത്തിനെ സഹായിക്കുന്നത് എന്ന ആ ചിന്ത ഇവിടെ നമ്മുടെ ഈ തൽക്കാലം ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. കൂടുതൽ ചർച്ചകളുമായി ഈ ആശയവിനിമയം എന്ന വിഷയം നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഈ ആശയവിനിമയത്തിലൂടെ എങ്ങനെ നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധത്തെ കൂടുതൽ സമ്പന്നമാക്കാം, കൂടുതൽ സന്തോഷമുള്ളതാക്കാം എന്നുള്ള ചിന്തകളുമായി ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെ നമുക്ക് കൂടുതലായി ദൈവത്തിൽ ആശ്രയിച്ച് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സ്നേഹത്തിൽ വളരാം.